ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ദേശീയ കായിക ദിനമാണ്. ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച കായിക പ്രതിഭ ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദിന്റെ 120ാം ജന്മദിനമാണിന്ന്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് ജന്മദിനം ദേശീയ കായിക ദിനമായി നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. ഒരു കാലത്ത് ചിന്തയിലും പ്രവൃത്തിയിലും കലയിലും കളിയിലും കായികശേഷിയിലും ഒക്കെ ഇന്ത്യൻ ജനത തങ്ങളെക്കാൾ വളരെ പിന്നിലാണെന്നുള്ള ബ്രിട്ടീഷുകാരുടെ ധാർഷ്ട്യത്തിന് തിരിച്ചടി കൊടുത്തയാളാണ് ധ്യാൻ ചന്ദ്. 1928, 1932, 1936 വർഷങ്ങളിലെ ഒളിമ്പിക്സുകളിൽ ഇന്ത്യയുടെ ഹോക്കി ടീം ഹാട്രിക് സ്വർണം നേടി ലോകത്തെ ഞെട്ടിച്ചപ്പോൾ, അന്ന് ഭാരതീയരുടെ അഭിമാനം വാനോളം ഉയർത്തിയപ്പോൾ ആ മഹാനായ നേട്ടങ്ങളുടെ മുഖ്യശക്തി ധ്യാൻ ചന്ദ് ആയിരുന്നു. 1928 പ്രദർശന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആദ്യ വിജയം. അന്ന് ഒളിമ്പിക്സിൽ പങ്കെടുക്കേണ്ടത് പോലും ഇംഗ്ലണ്ട് തീരുമാനിച്ചിരുന്നു. പിന്നീട് ആംസ്റ്റർഡാമിലെ 30,000-ലധികം വെള്ളക്കാരെ സാക്ഷി നിർത്തി ഹോളണ്ടിനെ മുട്ടുകുത്തിച്ച് ഇന്ത്യയുടെ ആദ്യ സ്വർണം. അന്ന് ആംസ്റ്റർഡാമിലെ ഇന്ത്യയുടെ 29ാം ഗോളിൽ 14 ധ്യാൻ ചന്ദിന്റെ വകയായിരുന്നു. ആംസ്റ്റർഡാമിലേക്ക് പോകാൻ ഇന്ത്യൻ ടീം കപ്പൽ കയറിയപ്പോൾ യാത്രയാക്കാൻ വന്നത് 3 പേർ മാത്രമെങ്കിൽ മടങ്ങി വന്നപ്പോൾ ആയിരങ്ങളാണ് അവർക്ക് വേണ്ടി കാത്തിരുന്നത്. ആ വിജയം ഇന്ത്യയെ ഇളക്കി മറിക്കുന്നതുമായിരുന്നു. ഇന്ത്യക്കാർക്ക് വെള്ളക്കാരെ തോൽപ്പിക്കാനാവുമെന്ന് തെളിഞ്ഞതോടെ ദേശീയ പ്രസ്ഥാനത്തിനും അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുണ്ടായത്. 1932 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് ഇന്ത്യ ഗോൾഡ് മെഡൽ തീർത്തപ്പോൾ അതിൽ ഭൂരിഭാഗവും ധ്യാൻ ചന്ദിന്റേത്. ധ്യാൻ ചന്ദിന്റെ ഹോക്കി സ്റ്റിക്കിൽ പ്രശ്നമുണ്ടെന്ന് അമേരിക്കൻ ടീം റഫറിക്ക് പരാതി നൽകിയപ്പോൾ ഒരു അമേരിക്കൻ താരത്തിന് തന്റെ ഹോക്കി സ്റ്റിക്ക് കൈമാറി. ആ താരത്തിന്റെ സ്റ്റിക്ക് വാങ്ങി ധ്യാൻ ചന്ദ് കളിച്ചു. സ്റ്റിക്ക് മാറ്റിയിട്ടും ധ്യാൻ ചന്ദിന്റെ ഗോളടിയിൽ ഒരു കുറവും വന്നില്ല. അന്ന് ഇന്ത്യ 1-നെതിരെ 24 ഗോളുകൾക്ക് അമേരിക്കയെ നാണം കെടുത്തി. പിന്നീട് 1936 ബെർലിൻ ഒളിമ്പിക്സ് സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ടീം ജർമ്മനിയെ പരാജയപ്പെടുത്തി നമ്മൾ സ്വർണം നേടി. അതിലും 4 ഗോളുകൾ ധ്യാൻ ചന്ദിന്റേതായിരുന്നു. മത്സരശേഷം ധ്യാൻ ചന്ദിനെ ഹിറ്റ്ലർ നേരിട്ട് വന്ന് അഭിനന്ദിച്ചതും ചരിത്രമാണ്. ജർമ്മൻ സൈന്യത്തിൽ കേണൽ പദവി വരെ വാഗ്ദാനം ചെയ്തു. പക്ഷേ ഇന്ത്യയെ വിട്ട് താൻ എങ്ങോട്ടുമില്ലെന്നായിരുന്നു ഹിറ്റ്ലറിന് ധ്യാൻ ചന്ദ് നൽകിയ മറുപടി. അടിമത്തത്തിനെതിരെ പോരാട്ടം ശക്തമാക്കിയിരുന്ന കാലത്തെ ഈ വിജയങ്ങൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനും സമ്മാനിച്ച ഊർജം ഒട്ടും ചെറുതല്ലായിരുന്നു. ഇന്ന് ധ്യാൻ ചന്ദിനെ നമ്മൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വാചകം കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. വിജയത്തിന്റെ ആദ്യപടി അത് മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നമ്മളോട് തന്നെ ആവശ്യപ്പെടുക എന്നതാണ്. ഒരു ജനതയുടെ ദേശീയ ബോധം ഉണർത്തിയ, ഇന്ത്യയുടെ പേരിൽ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ ധ്യാൻ ചന്ദിന്റെ വാക്കുകൾ നമുക്ക് ഏറ്റെടുക്കാം. വിജയിക്കണമെന്നത് നമ്മുടെ ആവശ്യമാണല്ലേ? അതിനുള്ള പ്രയത്നവും ആഗ്രഹവും നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടതും.